ഇപ്പോഴത്തെ കാലത്ത് കഴിവുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ചാനലുകളിൽ തന്നെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. പക്ഷേ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. ഒരു സ്കൂൾ യുവജനോത്സവം അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഒരു പ്രതിഭാസംഗമ പരിപാടി അതുപോലുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ പറ്റുള്ളൂ. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് പഴയൊരു രസകരമായൊരു സംഭവം ഓർമ്മ വന്നത്. പണ്ടൊരു യുവജനോത്സവ വേദിയിൽ ഈ കുട്ടികൾ തമ്മിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ കുട്ടികൾ തമ്മിലല്ല, മാതാപിതാക്കൾ തമ്മിലാണല്ലോ മത്സരം നടക്കുന്നത്. ചെസ് നമ്പർ വിളിച്ചതും ഒരു കുട്ടിക്ക് തലകറക്കം, ആ കുട്ടിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് യാതൊരു രക്ഷയില്ല. ചെസ് നമ്പർ അങ്ങോട്ട് വിളിച്ചതും കട്ടം പൊങ്ങിയതും ഞങ്ങൾ നോക്കുമ്പോൾ ഈ കുട്ടിയുടെ അമ്മ ചിലങ്കയൊക്കെ കെട്ടി വന്ന് നിൽക്കുകയാണ് സ്റ്റേജിൽ. ആ ഒരവസ്ഥ, അതുപോലെ ചിരിക്കാൻ വക നൽകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് പണ്ട്. ഇത് അത്തരത്തിൽ ചിരിക്കാൻ വക നൽകുന്ന ഒരു പ്രതിഭാസംഗമം നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്നേഹികളെ, നിങ്ങൾക്കെല്ലാവർക്കും പ്രതിഭാസംഗമത്തിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ പ്രതിഭാസംഗമത്തിൽ പങ്കെടുക്കുവാനായിട്ട് നിരവധി കലാപ്രതിഭകൾ നമ്മുടെ സ്റ്റേജിന്റെ പിറകിൽ വന്ന് നിൽപ്പുണ്ട്. അവരെയെല്ലാം ഞാൻ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ആദ്യമായിട്ട് ഈ വേദിയിലെത്തുന്നത് മിമിക്രി ലോകത്തു നിന്നും ഒരു അതുല്യ കലാപ്രതിഭ ശ്രീ വാകത്താനം രാജു. ആണല്ലേ? അയ്യോ, അങ്ങനെ തോന്നി ചെക്ക് ചെയ്തപ്പോ. അതെ, ഇവിടെ എന്തൊക്കെയാ കാണിക്കാൻ പോകുന്നത്? ഞാൻ ഈ പ്രതിഭാസംഗത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ. അവിടെ നിൽക്കട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യത്തിൽ എവിടെയാണ് വീട്? എന്റെ വീട് മുത്തങ്ങ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അവിടെ എന്താണ് ജോലി? ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ മിമിക്രി ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. മിമിക്രി ക്ലാസ് എടുക്കാറുണ്ട്? മിമിക്രി അവിടെ വലുതായിട്ട് അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ മിമിക്രി ക്ലാസ്, കാരണം മിമിക്രി പഠിക്കുവാൻ വേണ്ടി ഒരുപാട് പേർക്ക് അവസരങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ആണല്ലേ? ജയറാമിനെ നായകനാക്കിയാൽ ആരാ? പത്മരാജൻ സാറ്. അതുപോലെ അങ്ങനെയുള്ള കുറച്ച് പിള്ളേരെ വാർത്തെടുത്തുകൊണ്ട് ഞാൻ അവരെ നായകന്മാരാക്കാൻ പോകല്ലേ. ആണല്ലേ? അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ആരോട് പറയരുത്. ഇല്ല, എനിക്ക് ഈ മിമിക്രി പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്, പ്ലീസ്. അമ്പടെ കള്ള മിമിക്രി പഠിക്കണമല്ലേ? ഓക്കെ, എല്ലാവരെയും ഞാൻ മിമിക്രി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടന് ഞാൻ 3 ഐറ്റംസ് 3 സ്റ്റാറുകളെ വേണമെങ്കിൽ വേണ്ട. എന്തായാലും ഞാൻ ചേട്ടൻ മിമിക്രി പഠിക്കാം. നടന്മാരുടെ സ്വരം പഠിച്ചാൽ കൊള്ളാം. നടന്മാരുടെ സ്വരം, അതാണല്ലോ കാര്യം. നടന്മാരുടെ സ്വരം എടുത്തെങ്കിൽ മാത്രം നമുക്ക് ഈ പ്രേക്ഷകരുടെ കയ്യടി കിട്ടുള്ളൂ. അപ്പൊ ചേട്ടൻ ആരെയാണ് ആദ്യം പഠിക്കേണ്ടത്? എനിക്ക് ആദ്യം പഠിക്കേണ്ടത് എന്റെ ഗ്ലാമറും എന്റെ ഉയരമൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മമ്മൂട്ടിയുടെ ആണ് പഠിക്കാൻ ഇഷ്ടം. അത് ശരി, സൂര്യമാനസത്തിലെ മമ്മൂട്ടിയാണോ? നമ്മുടെ ഇവൻ പുലിയാണ് കേട്ടോ, രാജമാണിക്യം. ഓക്കെ, ഏതായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുകയാണ്. ആദ്യമായി മിമിക്രി ക്ലാസ് ആണ്. മമ്മൂട്ടിയെ എങ്ങനെ അനുകരിക്കാമെന്ന് ഞാൻ പഠിപ്പിച്ചേനെ കേട്ടോ. അപ്പൊ റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? ചേട്ടൻ ഇപ്പൊ ആദ്യം അങ്ങോട്ട് പോയേ. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങോട്ട് പോകും. ഇപ്പൊ ചേട്ടൻ അങ്ങോട്ട് പോയിരിക്കണല്ലോ. ഇനി വെറുതെ ഇങ്ങോട്ട് നടന്നു വാ. കണ്ടോ, ഇപ്പൊ മമ്മൂട്ടിയായോ? മമ്മൂട്ടിയായില്ല. ഇനി മമ്മൂട്ടി ആകുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നേരെ അങ്ങോട്ട് പോയേ. അങ്ങോട്ട് പോക്കോളൂ. അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഒരു ചെരുപ്പ് ഊരിയിടും. പെട്ടെന്ന് ഊരിയിടും, ഞാൻ പറയാം. കണ്ടോ, ഊരിയിട്ട് അങ്ങോട്ട് മാറ്റി. ഇനി നേരെ ഇങ്ങോട്ട് നടന്നു വന്നേ. നടന്നു വാ. മമ്മൂട്ടിയായില്ലേ? ഇനി ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ വെറുതെ മമ്മൂട്ടിയല്ലേ? താങ്ക് യു. ഇനി പാരാണ്. മോഹൻലാലാണ്. മോഹൻലാലിന് ഇച്ചിരി പാടാണ്, ഇച്ചിരി വെയിറ്റ് ഒക്കെ എടുക്കണം. ഓക്കെ ആണല്ലോ അല്ലേ? പ്രിയമുള്ളവർ, എന്തായാലും ഇദ്ദേഹത്തെ ഞാൻ മോഹൻലാലാക്കാൻ പഠിക്കുകയാണ് കേട്ടോ. ഇനി ഭാരമുള്ള സാധനം ഞാനിപ്പോ എവിടുന്ന ധൈര്യവാദം. ഒരു പെട്ടി ഉണ്ടല്ലേ? അപ്പൊ ചേട്ടൻ നേരെ അങ്ങോട്ട് ചെന്നിട്ട് ആ പെട്ടി, ഒരു വലത് കൈ കൊണ്ട് പെട്ടി എടുക്കുക. വലത് കൈ ഉണ്ട് എടുത്തല്ലോ, ഭാരം ഉണ്ടല്ലോ. ഇനി നല്ല ഭാരം തോന്നിക്കുന്ന പോലെ ഒരു സൈഡ് ചെരി ഞാൻ പെട്ടി എടുത്ത് ഇങ്ങോട്ട് വരൂ. വരൂ, നടന്നു വരൂ. ഇനി ഇടയ്ക്കിടയ്ക്ക് അണയ്ക്കുന്ന പോലെ വെച്ചാൽ മതി. വെച്ചോളൂ. അങ്ങനെ മോഹൻലാൽ പോയി. ഓക്കെ, അങ്ങനെ മോഹൻലാലിനെ പഠിപ്പിച്ചു. ഇനി ഇപ്പൊ ചേട്ടൻ ആരെയാണ് പഠിക്കേണ്ടത്? ഇനി എനിക്ക് പഠിക്കേണ്ടത് നമ്മുടെ ഈ ബാലചന്ദ്ര മേനോൻ പഠിക്കണം. ഓക്കെ, ബാലചന്ദ്രനെ ഞാൻ പഠിപ്പിച്ചത്. നിസ്സാര കാര്യമാണ്. ഈ ബാലചന്ദ്രൻ പഠിക്കണം. ആദ്യം നമ്മൾ വീട്ടിലേക്ക് ഒന്ന് ചെല്ലുക. ചേട്ടൻ ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ ചേട്ടന്റെ വീട്ടിലേക്ക് കറണ്ടിന്റെ ബില്ല് വരികയാണ്. അപ്പൊ ചേട്ടന്റെ മുഖത്തെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? അയ്യോ, ആണല്ലോ. ഇനി ഞാൻ പറയുന്ന പോലെ ഈ ബില്ല് കണ്ടിട്ട് ചേട്ടൻ നെഞ്ചിന് വേന വരികയാണ്. ചേട്ടൻ പെട്ടെന്ന് നെഞ്ചു തിരുമിക്കോ. ഇനിയിപ്പോ ഞാൻ പറയുന്ന പോലെ കേൾക്കണം. മേളിൽ എലി, താഴെ പൂച്ച. എലി, പൂച്ച, എലി, പൂച്ച, എലി, പൂച്ച, എലി, പൂച്ച, എലി, പൂച്ച, എലി, പൂച്ച. അയ്യോ, അടുത്ത ഞാൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ അനുകരിക്കാൻ പോവുകയാണ്. കേരളത്തിൽ ഈ അടുത്തിടെ ഹിറ്റായ ഒരു ഗാനമുണ്ട്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്. ഈ ഗാനം കേരളത്തിലെ 4 രാഷ്ട്രീയ നേതാക്കളുടെ ഒന്ന് പാടുകയാണ്.
ഓക്കെ അല്ലേ? എന്റെ ഉള്ളിൽ താനാടോ, എന്റെ ഉള്ളിൽ ആരാടോ, എനിക്ക് പണിതത് ആരാണ്? അച്ചുവേ അച്ചുവേ അച്ചുവേ. പത്രം നോക്കിയാൽ താനാണ്, TV തുറന്നാൽ താനാണ്, പാർട്ടിക്കാർക്ക് നീ വേണ്ടല്ലോ ലീഡറേ ലീഡറേ ലീഡറേ. ഉമ്മൻചാണ്ടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. കോൺഗ്രസ് പാർട്ടിന്ന് പുറപ്പെട്ടു പോയപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനമായി. സത്യമായിട്ടും സോണിയ പറഞ്ഞാലും ഹൈക്കമാൻഡ് പറഞ്ഞാലും അച്ഛനെ മകനെയും കയറ്റത്തില്ല. ഉമ്മൻചാണ്ടി കൂളാകൂ, കഴിഞ്ഞതെല്ലാം മറക്കാടൂ, എന്റെ പാർട്ടി കോൺഗ്രസ് ചാണ്ടിയേ ചാണ്ടിയേ ചാണ്ടിയേ. എന്റെ ഉള്ളിൽ താനാണ്, മനസ്സ് നിറകെ താനാണ്, ഉമ്മൻചാണ്ടി പാവമാണ് മക്കളെ മക്കളെ മക്കളെ.